ഏത് തരം പ്രോപ്പർട്ടിയാണ് ബയോസയൻസ് സാധാരണ റെക്കമെൻഡ് ചെയ്യാറ്? ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ മേടിക്കുന്നത് റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് ആണ്. കമേഴ്ഷ്യൽ അല്ല, ഇൻഡസ്ട്രിയൽ അല്ല, ഓഫീസസ് അല്ല, റിറ്റെയിൽ അല്ല. ഇപ്പോൾ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ്, ഈ റെസിഡൻഷ്യൽ തന്നെ പലതരമുണ്ട്. സാധാരണ ബൈ ആൻഡ് ലെറ്റ് ഉണ്ട്, NDAs ഉണ്ട്, റൂമിംഗ് ഹൗസ് ഉണ്ട്, അതിൽ തന്നെ പലതരം Airbnb ഉണ്ട്, അങ്ങനെ ഉണ്ട്. അതിൽ തന്നെ നമ്മൾ മെയിൻലി നോക്കുന്നത് സാധാരണ ബൈ ടു ലെറ്റ് പോലത്തെ സിംഗിൾ റെൻറ്റ് ആണ് നമ്മൾ മേടിക്കുന്നത്. വിച്ച് ഈസ് ഈസി ടു മാനേജ്, എവരി വൺ ക്യാൻ. അതിന് ടെക്നിക്കൽ നോളജിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ NDAs ആണെങ്കിൽ കുറേ ടെക്നിക്കൽ നോളജ് ആവശ്യമുണ്ട്, നമുക്ക് കുറേ റിസ്ക് ഉണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ മേടിക്കുന്നത് ഇതാണ്. ഓക്കെ, നമ്മൾ മറ്റേതും അപൂർവമായിട്ട് ചെയ്യാറുണ്ട്, പക്ഷേ മേടിക്കുന്നത് സിംഗിൾ ബൈ ടു ലെറ്റ് ആണ്. അതിൽ തന്നെ നമ്മൾ മേടിക്കുന്നത് എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ ഒരിക്കലും പുതിയ പ്രോപ്പർട്ടി റെക്കമെൻഡ് ചെയ്യാറില്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ വാല്യൂ എനിക്ക് തോന്നിയിട്ടുള്ള എപ്പോഴും എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർട്ടീസ് ആണ്. പുതിയ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അതിൽ റിസ്ക് പലതുകൊണ്ട്. നമ്മൾ ഒരു സ്ഥലം മേടിച്ച് ഒരു ബിൽഡറെ വെച്ച് കഴിഞ്ഞാൽ ആ ബിൽഡർ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ കേട്ടേക്കുന്നത് 30% ബിൽഡേഴ്സ് എല്ലാ കൊല്ലവും, അതായത് 3 കൊല്ലം കുറേ പേര് വരുന്നു, അതിൽ 30% കമ്പനി പൂട്ടിപ്പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു ആറ്റുമായിട്ടൊരു വീട് വെക്കാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം പോകുന്നു, നിങ്ങൾക്ക് 2 കൊല്ലം വേസ്റ്റ് ആയിപ്പോയി. പലർക്കും പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ബിൽഡറായിട്ട് എന്നും പ്രശ്നങ്ങളാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് പോലെ തന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ബിൽഡർ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ഞാനെന്ത് ചെയ്യേണ്ടതെന്നുണ്ട്. അപ്പോൾ അതിനുണ്ട് വീക്കാറ്റ് പോലത്തെ കോർട്ടുകളുണ്ട്. പക്ഷെ അവിടെയൊക്കെ പോലല്ലത്. നമ്മളൊരു വീട് പിടിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടമായ വീട് കിട്ടാനുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പണിയുന്നത്? അപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർട്ടി, എസ്പെഷ്യലി നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർട്ടീസ് ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. അതിൽ തന്നെ നല്ല നോക്കി മേടിക്കാം. ഇനി നമ്മളൊരിക്കലും ഓഫ് മാർക്കറ്റ് പ്രോപ്പർട്ടീസ്, അതായത് അപ്പാർട്ട്മെൻറ്റ്സ് റെക്കമെൻഡ് ചെയ്യാറില്ല. നമ്മൾ യൂണിറ്റ്സ് പരമാവധി ഒഴിവാക്കാറുണ്ട്. യൂണിറ്റ്സ് നമ്മൾ ആകെ ഇത്ര നാളിൽ മേടിച്ചാൽ ആകെ 2 മേടിച്ചിട്ടുള്ളൂ. ഗ്രോത്ത് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മേടിക്കുള്ളൂ. അപ്പോൾ യൂണിറ്റ്സ് മേടിക്കാറില്ല, അപ്പാർട്ട്മെൻറ്റ്സ് ഒരിക്കലും മേടിക്കാറില്ല, ഓഫ് മാർക്കറ്റ് പ്രോപ്പർട്ടീസ് ഒരിക്കലും മേടിക്കാറില്ല, ബ്രാൻഡ് ന്യൂ മേടിക്കാറില്ല. നമ്മൾ എല്ലാം കൊണ്ടും നല്ല യീൽഡും ഗ്രോത്തും ഉള്ള സ്ഥലങ്ങളിൽ നല്ല പ്രോപ്പർട്ടി നോക്കി മേടിക്കലാണ് നമ്മുടെ ബയേഴ്സ് ഹബിൻ്റെ മെയിൻ ഫോക്കസ്.